അത്രക്കും ഭംഗിയിൽ നമുക്ക് കണ്ണെഴുതാൻ പറ്റും കേട്ടോ. സോ നല്ല കട്ടിയായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിൽ നമുക്ക് കണ്ണെഴുതുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സോ ഇങ്ങനെ ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺസീലർ സ്വിസ് ബ്യൂട്ടിൻ്റെതാണ് കേട്ടോ. കാരണം എനിക്ക് സ്വിസ് ബ്യൂട്ടിൻ്റെ എന്നെക്കാളും 2 ഷെയ്ഡാണ് ഞാൻ എപ്പോഴും കൺസീലർ യൂസ് ചെയ്യാറ്. അല്ലാതെ എൻ്റെ അതേ ഷെയ്ഡ് ഞാൻ എടുക്കാറില്ല. എൻ്റെ അതൊരു വാം ആയിട്ടുള്ളൊരു ടോണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ എവിടേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ണ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കണ്ണ് പോട്ട് പിടിച്ചിട്ട് ഐലൈനർ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. ലൈൻ വരച്ച് കൊടുക്കുക. വാട്ടർ ലൈനിൽ കണ്ണിൻ്റെ ആ ഭാഗത്ത് ഉള്ളിലേക്കൊന്നും ആക്കാൻ നോക്കരുത്, അത് ശ്രദ്ധിക്കുക. ചിലവർ കൺമഷിയാണ് അവിടെ ഇടാറ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് മൊത്തത്തിൽ അങ്ങ് കറുത്ത് പോലെ തോന്നും. ഐലൈനർ ആയതുകൊണ്ട് പരക്കൂല, ബോറാവൂല, പടരൂല. ഓക്കെ, പിന്നെ കണ്ണിൻ്റെ അടിയിൽ വാട്ടർ ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? കൺമഷി യൂസ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്യുക. നിങ്ങൾ കാജൽ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ കൊളോജിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കൺമഷികൾ കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്ത് വെക്കണം. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്യേണ്ട പരിപാടികളാണ് കേട്ടോ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് ഒരു 2-3 മിനിറ്റോ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ പറയുക, 3 മിനിറ്റ് കഴിയണം ഏകദേശം. എന്നിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഐലൈനർ വെച്ചിട്ട്, നിങ്ങളുടെ ഐലൈനർ ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനൊരു കാര്യം പറയാം, ലാക്മിയും അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഡാസ്ലിയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ആ കൺമഷി ഇട്ട അതേ ഭാഗത്ത് തന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അല്ല ഐലൈനർ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കൺമഷിയാണ് ഞാൻ ഇട്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. സ്റ്റെപ്പായിട്ട് ചെയ്യണം. അതായത് സമയം കൊടുത്തിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഞാനിതാ കണ്ണിൻ്റെ മുകളിലോട്ടും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കണ്ണുമ്മൽ ജസ്റ്റ് ഒരു ഐ ഷാഡോ യൂസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കൺസീലർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കണ്ണ് ഭയങ്കര ഡാർക്കായിരിക്കും. എൻ്റെ കണ്ണ് കുറച്ച് ഡാർക്ക് കളറാണ് മുകളിൽ കേട്ടോ, എനിക്ക് അടിയിലില്ല. അത് ഡാർക്കൽസ് അല്ല, കാരണം അതെന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എനിക്കങ്ങനെ ഡാർക്ക് ആയതാണ്. സോ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കണ്ണ് ഭയങ്കര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നെക്സ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടടക്കാം. ഇങ്ങനെ ചെറിയ രീതിയിൽ വരച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ വീണ്ടും എഗെയിൻ അതിൻ്റെ മണ്ടയം ഇട്ട് കൊടുക്കും. അങ്ങനെ കറുപ്പാക്കി ഞാൻ മാറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ പരന്നിട്ടുള്ള രീതിയിലല്ല ഞാൻ ഇട്ട് കൊടുക്കാറ്. നല്ല രീതിയിൽ ലൈൻ വരച്ചു കൊടുത്താൽ കണ്ണിനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഞാൻ 3ാമത്തെ വട്ടമാണ് ഇപ്പോൾ കണ്ണിൻ്റെ താഴെ ഞാൻ ലൈൻ വരച്ച് കൊടുക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.